Hi friends, welcome back. Today's video is on metaphysical poetry, metaphysical poets and features of metaphysical poet. The term metaphysical was first used by John Dryden to refer to Donne's poetry. John Dryden, in order to explain the poetry written by John Donne, used the term metaphysical, and it was in his essay, The Discourse Concerning Satire, which was published in the year 1693, he used the term metaphysical for the first time. ജോൺ ഡ്രൈഡൻ ആണ് മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് കൺസേണിങ് സറ്റയർ എന്ന് പറയുന്ന എസ്സേയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1693. ജോൺ ഡണ്ണിൻ്റെ പോയട്രീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി സെഡ് അബൌട്ട് ഡൺ ആസ് ദാറ്റ് ഇൻ ഹിസ് പോയട്രി അഫക്ട്സ് ദ മെറ്റാഫിസിക്സ് എന്നാണ് ജോൺ ഡ്രൈഡൻ ആദ്യമായിട്ട് മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചത്. അത് ഡണ്ണിൻ്റെ പോയട്രീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈഡൻ നെവർ മെൻഷൻഡ് ഇറ്റ് ആസ് എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഓർ എ സ്കൂൾ ഓഫ് പോയട്രി. ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് പോയട്രി ആണെന്ന് എവിടെയും ജോൺ ഡ്രൈഡൻ പറഞ്ഞിട്ടില്ല. അതായത് ജോൺ ഡണ്ണിൻ്റെ പോയട്രീനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതിനപ്പുറമായിട്ട് ഇത്തരം ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന എല്ലാ പോയട്രിയും മെറ്റാഫിസിക്കലിൽ വരുന്നു എന്നോ അതൊരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോയട്രീനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേം ആണെന്നോ ജോൺ ഡ്രൈഡൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് ഇൻ 1779 ഡോക്ടർ സാമുവൽ ജോൺസൺ ഇൻ ഹിസ് ലൈഫ് ഓഫ് കൗലി ഡിസ്ക്രൈബ് ഡൺ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് അതർ പോയറ്റ്സ് ആസ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിനെ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉൾക്കൊള്ളിച്ച് എഴുതുന്ന ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിനെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ് എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഓഫ് കൗലി എന്ന് പറയുന്ന വർക്കിലാണ് ഡണ്ണിനെ പോലെ തന്നെ അത്തരത്തിൽ എഴുതുന്ന റൈറ്റിംഗ് സ്റ്റൈലുള്ള റൈറ്റേഴ്സിനെയും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ സിമിലർ ആയിട്ടുള്ള സിമിലീസ് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. യൂസ്ഡ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് ത്രൂ ദിസ് ദേ എക്സ്പ്രസ്ഡ് അൺയൂഷ്വൽ ഇൻ്റലിജൻസ് വിറ്റ് ആൻഡ് ഇമോഷൻസ്. ഇവർ ഉപയോഗിക്കുന്ന സിമിലീസ് മെറ്റഫേഴ്സ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സിമിലീസ് മെറ്റഫേഴ്സ് ആണ്. അൺയൂഷ്വൽ ആയിട്ടുള്ള ഇമേജസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമിലീസ് മെറ്റഫേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് തന്നെയാണ്. അതിൽ കോമ്പസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലവേഴ്സിനെ കോമ്പസുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അൺയൂഷ്വലാണ്. ഒരിക്കലും നമ്മൾ യൂഷ്വലി ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു സിമിലി അല്ലെങ്കിൽ ഒരു മെറ്റഫർ അല്ല ഇത്തരത്തിലുള്ള സിമിലീസ് മെറ്റഫേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ്റലിജൻസ് വിറ്റ് ആൻഡ് ഇമോഷൻസ്. വിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലവർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർക്കാസം ഐറണി ഒക്കെയാണ്. ഹ്യൂമർ ഇതൊക്കെയാണ്. ഇവിടെ ഹ്യൂമറസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഹ്യൂമറസ് വേയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദോ നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡൺ ദേ ഹാവ് സിമിലർ പോയറ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇമേജറി. ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ജോൺ ഡണ്ണുമായിട്ട് ഇല്ലെങ്കിൽ കൂടെയും ഡണ്ണിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് പ്രൊസീജിയർ ഇമേജറി ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ദേ ഹാവ് ഇൻ കോമൺ എ ഫിലോസഫിക്കൽ വേൾഡ് വ്യൂ. മെറ്റാഫിസിക്കൽ പോയറ്റ്സിന് എല്ലാവർക്കും ഒരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു വേൾഡ് വ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ മെറ്റാഫിസിക്കൽ കാറ്റഗറിയിൽ വരുന്നത്. ദർ റൈറ്റിംഗ്സ് വെയർ എഗെയിൻസ്റ്റ് സെക്ഷൽ ലവ് സെൻട്രൽ ട്രഡീഷൻ ഇൻ എലിസബത്തൻ പോയട്രി. During Elizabethan period we can see that the poetry mainly concentrated on sexual love instead of spiritual love. ഇപ്പോൾ ഇവിടെ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ കാണുന്നത് they gave more importance to spiritual love and not to sexual love. അതാണ് മെറ്റാഫിസിക്കൽ പോയട്രിയിലെ വേറൊരു പ്രത്യേകത. ദെൻ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത് ഇസ് കമ്പയറിങ് എ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് വിത്ത് ടോട്ടലി ഡിസിമിലർ ഒബ്ജക്റ്റ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷനിലെ കോമ്പസ് ഇമേജ് ആണ്. ലവേഴ്സിനെ നമുക്ക് കോമ്പസുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കമ്പയറിങ് എ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് വിത്ത് ടോട്ടലി ഡിസിമിലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റുമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ കമ്പയർ ചെയ്യുന്നതിനെയാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മെറ്റാഫിസിക്കൽസ് മിക്സ്ഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വിച്ച് ഇലിയറ്റ് കോൾഡ് ദിസ് ആസ് യൂണിഫൈഡ് സെൻസിബിലിറ്റി. ഈ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് തോട്ട്സിനെയും ഫീലിങ്സിനെയും ഒന്നിച്ച് ചേർത്തിട്ട് അത്തരത്തിലാണ് അതിനെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നാക്കി മാറ്റി അങ്ങനെയാണ് എഴുതുന്നത്. കവിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും ഫീലിങ്സിനെയും കൂടി ഒന്നിച്ച് ചേർത്ത് അതിൽ നിന്ന് കവിത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇലിയറ്റ് ഈ ടൈപ്പ് ഓഫ് റൈറ്റിങ്സിനെയാണ് യൂണിഫൈഡ് സെൻസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തോട്ട്സും ഫീലിങ്സും ഒന്ന് ചേർന്ന് എഴുതുന്നതിനെയാണ് മിക്സിംഗ് അപ്പ് ഓഫ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതാണ് യൂണിഫൈഡ് സെൻസിബിലിറ്റി എന്നതുകൊണ്ട് ടി.എസ്. ഇലിയറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ദ ഡീൽസ് വിത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ സബ്ജക്ട്സ്. റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ളതും മതപരമല്ലാത്തതുമായിട്ടുള്ള സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ട് ഈ മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഡൺ റോട്ട് റിലീജിയസ് ആൻഡ് ലവ് പോംസ് ആൻഡ് മെറ്റാഫിസിക്കൽ എലമെൻറ്റ്സ് ഫസ്റ്റ് മെയ്ഡ് അപ്പിയറൻസ് ഇൻ ലവ് പോംസ്. അപ്പോൾ ഇവിടെ ഡൺ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത് റിലീജിയസ് ലവ് പോംസ് ആണ്. ഇവിടെ മെറ്റാഫിസിക്കൽ എലമെൻറ്റ്സ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ലവ് പോംസിലാണ്. ദെൻ ഡൺ അഡോപ്റ്റഡ് ഹിസ് മോഡൽ ഫോർ റൈറ്റിംഗ് ദിസ് മെറ്റാഫിസിക്കൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഫ്രം ഇറ്റാലിയൻ പോയറ്റ് മാരിനോ. ഇറ്റാലിയൻ പോയറ്റായിട്ടുള്ള മാരിനോയിൽ നിന്നാണ് ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഡൺ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ജോൺ ഡൺ എഴുതുന്ന സമയത്ത് ഇത് മെറ്റാഫിസിക്കൽ പോയട്രി ആണ് എന്ന ഫീൽഡിലൊന്നും അല്ല എഴുതുന്നത്. റിലീജിയസ് പോയട്രി അല്ലെങ്കിൽ റിലീജിയസ് പോയട്രി, അതിനപ്പുറമായിട്ട് സ്പിരിച്വൽ ലവ് പോംസ്, ഈ രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ജോൺ ഡൺ ഫോളോ ചെയ്തത്. ആ റൈറ്റിംഗ് സ്റ്റൈലിന് അതിനുള്ളൊരു മോഡൽ അദ്ദേഹം എടുത്തത് ഇറ്റാലിയൻ പോയറ്റായിട്ടുള്ള മാരിനോയിൽ നിന്നാണ്. പിന്നീടാണ് അതൊരു മെറ്റാഫിസിക്കൽ എന്നൊരു സ്കൂൾ ഓഫ് പോയട്രി അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറുന്നത്. ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് എന്ന് നോക്കാം. ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ഹെൻറി വോഗൺ, റിച്ചാർഡ് ക്രാഷോ, ആൻഡ്രൂ മാർവൽ, എബ്രഹാം കൗലി. ഇതാണ് മേജർ ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. ഇനി മെറ്റാഫിസിക്കലിൽ തന്നെ 2 ടൈപ്സ് ഓഫ് പോയറ്റ്സ് ഞാൻ പറഞ്ഞു, റിലീജിയസ് ആൻഡ് സെക്യുലർ പോയറ്റ്സ് ആണ്. ഇതിൽ സെക്യുലർ പോയറ്റ്സ് ആയിട്ട് ക്ലീവ്ലാൻഡ്, മാർവൽ, കൗലി ഇവരൊക്കെയാണ് സെക്യുലർ പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി റിലീജിയസ് പോയറ്റ്സ് ഹെർബർട്ട്, വോഗൺ, ക്രോഷോ, ട്രാഹൺ, ഇത്രയും പേരാണ് റിലീജിയസ് പോയറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി മെറ്റാഫിസിക്കൽ പോയട്രി ആൻഡ് പോയറ്റ്സിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഡീവിയേഷൻ ഫ്രം നാച്ചുറൽ തോട്ട്സ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ടൈപ്പ് ഓഫ് ചിന്തകളിൽ നിന്ന് മാറി ഒരു ഡീവിയേറ്റഡ് വേയിൽ ചിന്തിക്കുന്ന ഇതാണ് മെറ്റാഫിസിക്കൽ പോയട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോയറ്റ്സ് ഇവിടെ മെൻ ഓഫ് ലേണിംഗ്, ദേ ഷോ ദെയർ ലേണിംഗ് ആസ് ദെയർ ഡ്യൂട്ടി. ഇവിടെ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും പഠനം നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടാണ് പോയറ്റ്സ് അപ്പിയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ പോയട്രി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ എഴുത്തുകളിൽ തന്നെ പഠനം അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് അതിലൂടെ അവർ കാണിക്കുന്നത്. ഇപ്പം ജോൺ ഡണ്ടെ തന്നെ എടുക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലവ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലവ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം സ്പിരിച്വൽ ലവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എഴുതുന്നത്. ദ തോട്ട്സ് ആർ ന്യൂ ബട്ട് നോട്ട് നാച്ചുറൽ. പുതിയ രീതിയിലുള്ള തോട്ട്സ് ആണ്, അത് നാച്ചുറൽ പ്രോസസ്സിൽ വരുന്ന തോട്ട്സ് അല്ല, കുറച്ചധികം ചിന്തിച്ച് ഉണ്ടാകുന്ന തോട്ട്സ് ആണ്. ഹെട്രോജീനിയസ് ഐഡിയാസ് വിൽ കമ്പൈൻ ടുഗദർ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസിനെയൊക്കെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഇവിടെ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ പോയറ്റ്സും, നോട്ട് ഓൺലി ജോൺ ഡൺ ബട്ട് ഓൾ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് റോട്ട് ദെയർ poems. Then they made comparisons and imaginations. Comparison നമ്മൾ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള പോയട്രി കാണുമ്പോൾ തന്നെ കാണുന്നുണ്ട്, ഒരുപാട് കമ്പാരിസൺസ് നടത്തുന്നുണ്ട്. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നാച്ചുറൽ ലെവലിലുള്ള കമ്പാരിസൺ അപ്പുറമായിട്ട് കുറച്ചും കൂടി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള നമുക്കൊരു സർപ്രൈസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പാരിസൺസ് നടത്തുന്നുണ്ട്. അതേപോലെ ഇമാജിനേഷൻസും ഇവരുടെ റൈറ്റിങ്സിൽ കാണാനായിട്ട് സാധിക്കും. ദ ലേണിംഗ് ഇൻസ്ട്രക്ട്സ് ദ റീഡർ. ലേണിങ്ങിലൂടെ ഇപ്പോൾ വാലഡിക്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് പറയുന്നുണ്ട് നമുക്ക് ട്രൂ ലവ് ആയിരിക്കും, നമ്മൾക്ക് പരസ്പരം സ്നേഹിക്കാം, ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും, മറ്റുള്ളവരുടെ ഇടയിലേക്ക് അത് വ്യാപിക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ സ്പിരിച്വൽ ലവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഫിസിക്കൽ ലവിനേക്കാളും എന്നുള്ളൊരു തോട്ട്, ഒരു ചിന്ത നമ്മളുടെ ഇടയിലേക്ക് ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അവരുടെ പോയട്രിയിലൂടെ നൽകുന്നുണ്ട്. ദെയർ സ്റ്റൈൽ സർപ്രൈസസ്. സ്റ്റൈൽ സർപ്രൈസസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റൈറ്റിംഗ് സ്റ്റൈൽ സർപ്രൈസ് എന്നാണ്. കോമ്പസ് ഇമേജ് ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സ്റ്റൈൽ സർപ്രൈസ് എന്ന് പറയുന്ന ടേം വരുമ്പോൾ. ഇനി റീഡർ അഡ്മയർഡ് ബൈ ദെയർ റൈറ്റിങ്സ്. റീഡേഴ്സിന് നമുക്ക് അവരുടെ റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ വളരെയധികം അഡ്മിറേഷൻ തോന്നുന്ന തരത്തിലുള്ള റൈറ്റിങ്സ് ആണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. ദി ട്രൈസ് ടു കൺവേ അൺഎക്സ്പെക്റ്റഡ് തിങ്സ്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് കമ്പാരിസൺസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്. ദേ സെഡ് വാട്ട് വാസ് നോട്ട് സെഡ് ബിഫോർ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെക്കാനും മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ശ്രമിക്കുന്നുണ്ട്. ഇനി മെറ്റാഫിസിക്കൽ സ്റ്റൈൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജോൺ ഡൺ ഇൻ ഏർലി 17th century. ഡൺസ് വ്യൂ വാസ് എഗെയിൻസ്റ്റ് സെക്ഷുവൽ ലവ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 17th centuryയിലാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് സെക്ഷുവൽ ലവ് ആൻഡ് ദ പോയട്രി ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ലിറിക്കൽ സ്റ്റൈലാണ് ഡൺ തൻ്റെ പോയട്രിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ്ജക്റ്റ് ചീഫ്ലി റിലീജിയസ് ആൻഡ് അമേട്രി എന്ന് പറഞ്ഞാൽ ലവ് പോംസ് ആണ്.
ദെൻ ഹാവ് മെട്രിക്കൽ ഫെസിലിറ്റി, മെട്രിക്കലായിട്ടുള്ള ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പോയറ്റിക് സ്റ്റൈൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട്ലിംഗ് ആണ്. സ്റ്റാർട്ട്ലിംഗ് സർപ്രൈസിംഗ് ആയിട്ടുള്ള അത്ഭുതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്റ്റൈലാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. മെറ്റാഫിസിക്കൽ പോയട്രി വാസ് പോപ്പുലറൈസ്ഡ് ബൈ H.J.C. Grierson in his introduction to metaphysical lyrics and poems of the 17th century. It was in 1912. ഈ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റിനെ പിന്നീട് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ് എന്നാണ് കാണുന്നത്. ഒന്ന് H.J.C. Grierson ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്കൽ ലിറിക്സ് ആൻഡ് പോംസ് ഓഫ് ദി 17th സെഞ്ച്വറി എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം ഈ മെറ്റാഫിസിക്കൽ പോയട്രീനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ T.S. Eliot ആണ്. T.S. Eliotൻ്റെ എസ്സേ ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആൻഡ് ആൻഡ്രൂ മാർവൽ 1921 ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കൽ പോയട്രീനെ പോപ്പുലറൈസ് ചെയ്യുന്ന രീതിയിലുള്ള റൈറ്റിങ്സ് വന്നിട്ടുണ്ട്. മെറ്റാഫിസിക്കൽ പോയട്രി വാസ് ഫോളോഡ് ബൈ F.R. Lewis ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ F.R. Lewis ആണ് ഈ ടൈപ്പ് ഓഫ് പോയട്രി ഫോളോ ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാഫിസിക്കൽ സ്കൂൾ പറയുമ്പോൾ ഡിലൈറ്റ് ഇൻ നോവൽ തോട്ട് ആൻഡ് എക്സ്പ്രഷൻസ്. നോവൽ തോട്ട് എന്ന് പറയുമ്പം ഒരു ന്യൂ വേ ഓഫ് തിങ്കിങ്, ന്യൂ വേ ഓഫ് തോട്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയട്രി നമുക്ക് കാണാൻ സാധിക്കുന്ന ന്യൂ വേ ഓഫ് തിങ്കിങ്, ന്യൂ ടൈപ്സ് ഓഫ് തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ നമ്മൾ കാണുന്നത്. വാട്ട് ദി റോഡ് വാസ് നോട്ട് റിട്ടൺ ബിഫോർ, ഇതിനു മുമ്പ് എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ എഴുതുന്നു. സിംഗുലർ ഇൻ തോട്ട്, കെയർലെസ് ഓഫ് ഡിക്ഷൻ. സിംഗുലർ തോട്ട്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സിമിലർ തോട്ട്സ് ഇല്ല, അവരുടെ ഉദ്ദേശിക്കുന്ന പോയറ്റ് ഉദ്ദേശിക്കുന്ന ഒരു സിംഗുലർ തോട്ടിനെ ബേസ് ചെയ്തിട്ടുണ്ട് മൊത്തം പോയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് കെയർലെസ് ഓഫ് ഡിക്ഷൻ, നോട്ട് ഈവൻ giving more stress or more concentration on diction, use their own manners to express them. തനതായ രീതിയാണ്, പോയറ്റിന് തനതായ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. പോയറ്റ്സ് പ്ലേഡ് വിത്ത് തോട്ട്സ്, അവരുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ട് അവരവരുടെ റൈറ്റിങ്സ് എഴുതുകയാണ് ചെയ്യുന്നത്. യൂസ് ഫൺ ആൻഡ് കൺസീറ്റ് ഇൻ പോയട്രി. ഫൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേ ഓഫ് വേർഡ്സ് ആണ്. ഫൺ ആവാം, ഈ ഹ്യൂമറസ് വേയിൽ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന രീതിയാണ്. യൂസ്ഡ് ഫൺ ആൻഡ് ഓൾസോ കൺസീറ്റ്സ് ഇൻ പോയട്രി. കൺസീറ്റ് എന്താ നമ്മൾ നേരത്തെ കണ്ടു, പോയട്രിയിൽ ഉപയോഗിക്കുന്നു. വിറ്റ് ഈസ് എ സൈലൻറ്റ് ഫീച്ചർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു ഇൻ്റലക്ച്വൽ വേ ഓഫ് ക്ലവർ വേ ഓഫ് തിങ്കിങ് ആണ് വിറ്റിൽ വരുന്നത്. കോമഡി ഉണ്ട്, ഹ്യൂമർ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനപ്പുറമായിട്ടൊരു ക്ലവർ ഇൻ്റലക്ച്വൽ വേ ഓഫ് തിങ്കിങ് ആണ് വിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് സൈലൻറ്റ് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ സൈലൻറ്റ് ഫീച്ചേഴ്സിൽ വരുന്നതാണ് ഇതൊക്കെ. The metaphysical poetry tried to logically connect the abstract and concrete. Abstract and concrete in the concrete really abstract not understand. We are not able to understand with our sense organs and abstractly വരുന്നത്. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഇമേജസിനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോമ്പസിൻ്റെ ഇമേജ് തന്നെ എടുക്കുകയാണെങ്കിൽ ലവിനെ എങ്ങനെയാണ് നമുക്ക് കോമ്പസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊരു ചിന്ത വരും. അങ്ങനെ അബ്സ്ട്രാക്ട് കോൺക്രീറ്റ് ആയിട്ടുള്ള ഇമേജസിനെ ലോജിക് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ്. ആ ഒരു സിംഗിൾ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആംഗിൾ വെച്ചിട്ടാണ് ഈ ലവേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. ഒരാൾ എത്ര ദൂരം പോയാലും മറ്റൊരു എന്താ പറയുക ഇത് ആംഗിളുമായിട്ട് നമുക്കിവിടെ കോമ്പസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 legs അപ്പാർട്ടായിട്ട് നിൽക്കുമ്പോൾ തന്നെയും അതിൽ ഒരു ലെഗിനും മറ്റൊരു ലെഗുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് എന്ന്, ലവേഴ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടെ ലോജിക്കൽ കണക്ഷനാണ് അബ്സ്ട്രാക്റ്റ് ആൻഡ് കോൺക്രീറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. റിമോട്ട് ആൻഡ് നിയർ, ദൂരെ നിൽക്കുന്നതിനെ അടുത്ത് നിൽക്കുന്നതിന് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ബൈ കണക്റ്റിംഗ് ഇറ്റ് വിത്ത് പോയറ്റ്സ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷണൽ റിയാലിറ്റി. ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഇമോഷനും ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം വാലഡിക്ഷനിൽ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോയറ്റിൻ്റെ ലവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്, ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു റിമോട്ട് ആൻഡ് നിയറിനെ കണക്ട് ചെയ്യാനായിട്ട് പോയറ്റ് ശ്രമിക്കുന്നത്. ഇൻ ഡാൻസ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ഹി കമ്പയർസ് ദ ട്വിൻ സോൾസ് ഓഫ് ലവേഴ്സ് ടു സ്റ്റിഫ് ട്വിൻ കോമ്പസസ്. അപ്പോൾ ഇവിടെ കോമ്പസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലവേഴ്സിന് കോമ്പസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് അവിടെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിട്ട് ആ ഒരു പോയട്രിയിൽ വരുന്നത്. ദെൻ ദ കോമ്പിനേഷൻ ഓഫ് ദ സെൻസ് ഓഫ് പെർസെപ്ഷൻ ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് വൺ ആൻഡ് ദ സെയിം ഇൻ റീഡേഴ്സ് മൈൻഡ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾക്ക് എന്ത് വ്യൂ ആണ് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളുടെ ഉള്ളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് വ്യൂ എങ്ങനെ റീഡേഴ്സിലേക്ക് എത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വരുന്നത്. ഡൺ തൻ്റെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. ഫാർ ഫെച്ച്ഡ് ഇമേജസ് ആണ് അടുത്തത്. യൂസ് സയൻസ് ആസ് വെൽ ആസ് നേച്ചർ ഫോർ കമ്പാരിസൺ.
സയൻറ്റിഫിക് എലമെൻസിനെയും അതേപോലെ തന്നെ നേച്ചറിനെയും കമ്പാരിസന് വേണ്ടിയിട്ട് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇംപ്രഷൻ ഇസ് മെയ്ഡ് ബൈ കമ്പയറിങ് സ്ട്രേഞ്ച് തിങ്സ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള, ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആണ് മെറ്റാഫിസിക്കൽ പോയട്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അറ്റംപ്റ്റ് ടു ജോയിൻ ദ പാർട്സ് ഓഫ് എ ഫ്രാക്ചേർഡ് വേൾഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വേറെ എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന, മാറി നിൽക്കുന്ന വേൾഡിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലവേഴ്സിൻ്റെ എങ്ങനെയായിരിക്കണം ലവേഴ്സ്, അവരുടെ ലവ് എങ്ങനെയായിരിക്കണം എന്ന് തൻ്റെ കവിതയിലൂടെ പറയുന്നതിലൂടെ, ഒരു പോയിറ്റ് പറയുന്നതിലൂടെ റീഡറിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുടെ ഇടയിൽ ലവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അറ്റംപ്റ്റ് ടു ജോയിൻ ദ പാർട്സ് ഓഫ് എ ഫ്രാക്ചേർഡ് വേൾഡ്. ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ പല അവസ്ഥകളിൽ നിൽക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കാനും ഇവരുടെ കൃതികളിലൂടെ, ഇമേജസിലൂടെ സാധിക്കുന്നുണ്ട്. ഒബ്സ്ക്യൂരിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത് അൺനോൺ ആയിട്ടുള്ളതാണ്, സ്റ്റേറ്റ് ഓഫ് ബീങ് അൺനോൺ ആണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ് ഒബ്സ്ക്യൂരിറ്റി എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി ആംബിഗ്യസ് എന്ന് പറഞ്ഞാൽ ആംബിഗ്യൂറ്റി, ഡബിൾ മീനിങ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മീനിങ് ഒരേ കവിതയിലൂടെ വരികയും അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. റിയൽ ഒബ്സ്റ്റക്കിൾ ടു അണ്ടർസ്റ്റാൻഡ് മെറ്റാഫിസിക്കൽ പോയട്രി ഇസ് ഇറ്റ്സ് നോവൽറ്റി, ന്യൂ വേ ഓഫ് തിങ്കിങ്, ന്യൂ വേ ഓഫ് റൈറ്റിംഗ്. ആ ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ കോമൺ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അവിടെ കുറച്ച് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് എന്ന രീതിയിലേക്ക് വരുന്നു. പ്രൈവറ്റ് സിംബലിസം യൂസ്ഡ് ഇൻ പോയട്രി, അതും ഒരു ഡിഫിക്കൽട്ടായിട്ട് മാറുകയാണ്. കാരണം മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണെങ്കിൽ അവർ കോമൺ ആയിട്ടുള്ള സിമ്പിൾസ് ഉപയോഗിക്കാതെ ഓരോ റൈറ്റേഴ്സിനും അവരുടേതായ രീതിയിലുള്ള സിമ്പിൾസ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ about dramatic realism, ഡൺ യൂസ് ഡയറക്റ്റ് സ്പീച്ചാണ്. ഡണ്ണിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിൽ ഡൺ ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചാണ്, കൊളോക്കിയൽ സ്റ്റൈലാണ്, കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ കോമൺ നമ്മളുടെ ഡേ ടു ലൈഫിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. സീൻസ് എന്ന് പറയുന്നത് എവരിഡേ ലൈഫിൽ നമ്മൾ കാണുന്ന സീൻസാണ്, നമ്മളുമായിട്ട് പരിചിതമായിട്ടുള്ള സീൻസാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദേ ട്രൈ ടു റൈറ്റ് അബൌട്ട് റിയാലിറ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് മെയിനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ദ ലാസ്റ്റ് ഫീച്ചറായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലേണിംഗ് ആണ്. പോയട്രി ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് പോയറ്റ്സ് മൈൻഡ്. പോയറ്റിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പോയട്രിയിലൂടെ അവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയറ്റ് ഹാസ് ദ ഡിഗ്നിറ്റി ഓഫ് എ റൈറ്റർ. മെറ്റാഫിസിക്കൽ പോയട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഒരു ഡിഗ്നിറ്റി ഓഫ് റൈറ്റർ അവർക്ക് ഉണ്ടാകുന്നത്, ഒരു മഹത്വം അവർ നേടിയെടുക്കുന്നതെന്ന് നോക്കാം. ഒന്ന് ബൈ ഡിസ്ക്രിപ്ഷൻ, ബൈ ഇമിറ്റേഷൻ ബോറോഡ് ഫ്രം ഇമിറ്റേഷൻസ്. അതായത് അതെങ്ങനെ അവർ വിവരിക്കുന്നു എന്ന രീതിയിലൂടെ അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അത് ഒരു ഇമിറ്റേഷനെ വേറൊരു ഇമിറ്റേഷനിലേക്ക് കോപ്പി ചെയ്യുന്നതിലൂടെ. ബൈ ട്രഡീഷണൽ ഇമേജറി, ട്രഡീഷണൽ ആയിട്ടുള്ള ഇമേജസ് അവരുടെ റൈറ്റിങ്സിൽ ഉപയോഗിക്കുന്നതിലൂടെ. ഹെറിഡിറ്ററി ആയിട്ടുള്ള സിമിലീസ്, പരമ്പരാഗതമായി ഫോളോ ചെയ്തു വരുന്ന സിമിലീസൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് ഈ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ഈ ടൈപ്പ് ഓഫ് ഒരു ലേണിംഗ്, പഴയ റൈറ്റിങ്സിലുള്ള ടൈപ്പ് ഓഫ് ലേണിംഗ് അവരുടെ റൈറ്റിങ്സിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി ഒരു ഡിഗ്നിഫൈഡ് റൈറ്റേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് മെറ്റാഫിസിക്കൽ പോയട്രീനെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.